റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വേനൽക്കാലമായതോടെ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടരുന്നു. ഒരു മാസത്തിനിടെ 4603 പേർക്കാണ് ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചത്. കുറച്ച് ജാഗ്രത വേണ്ട സംഭവമാണ് കേട്ടാ. 2 ദിവസത്തിനിടെ ചിക്കൻ പോക്സ് ബാധിച്ചത് 209 പേർക്ക്. പനിയും തലവേദനയുമാണ് ആദ്യ ലക്ഷണം. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MG പ്രതീഷ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രതീഷ്, ഗുഡ് മോർണിംഗ് പ്രതീഷ്. ചൂട് കൂടുന്നു, ആശങ്ക വേണ്ടെന്ന എന്ന് പറഞ്ഞാലും ജാഗ്രത വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ചിക്കൻ പോക്സിന്റെ എണ്ണം ഒക്കെ കൂടി വരുന്നുണ്ട് അല്ലേ? ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അല്ലേ പ്രതീഷ്? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഈ പതിവിലും നേരത്തെയാണ് ഇത്തവണ വേനൽക്കാലം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പകർച്ചവ്യാധികളുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് സംസ്ഥാനത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത വേണ്ടത് ചിക്കൻ പോക്സ് കേസുകളിലാണ്. വലിയ വ്യാപനം സംസ്ഥാനത്ത് ഈ അടുത്ത ചിക്കൻ പോക്സ് കേസുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ 2026 തുടങ്ങിയതിനു ശേഷം 4600-ന് മുകളിൽ കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2 ദിവസത്തിനിടെ 200ഓളം പേർക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വ്യാപനശേഷി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേക ജാഗ്രത ഇക്കാര്യത്തിൽ ജനങ്ങൾ പാലിക്കണമെന്നൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പനി, തലവേദന, ക്ഷീണം എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. ഈ രോഗം, ഈ അണുബാധ ശരീരത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തിനപ്പുറമായിരിക്കും ഒരുപക്ഷെ ലക്ഷണങ്ങൾ കാണിച്ചെന്ന് വരിക. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു നിരീക്ഷണം ഇക്കാര്യത്തിൽ വേണം എന്നതാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അരുൺകുമാർ. പ്രതീക്ഷനെ ഞാനൊന്ന് പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തട്ടെ. നമ്മുടെ റിപ്പോർട്ടർ സ്ക്രീനിൽ പ്രേക്ഷകർ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും പ്രതീക്ഷനെ കാണുന്നത്. പ്രതീക്ഷ നേരത്തെ 24-ലായിരുന്നു അല്ലേ? എവിടെ സ്വദേശം പ്രതീഷ്? പഠനമൊക്കെ എവിടെയായിരുന്നു? അരുൺകുമാർ സ്വദേശം വർക്കലയാണ്. പഠിച്ചതൊക്കെ തന്നെ തിരുവനന്തപുരത്ത് തന്നെയാണ്. ഓക്കെ, തിരുവനന്തപുരത്തുകാരനാണ്. നേരത്തെ 24-ലായിരുന്നു. അതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ 5 വർഷത്തോളം കേരളാവധിയിലായിരുന്നു. അതിനുശേഷമാണ് 24-ൽ വന്നത്. 24-ലും തിരുവനന്തപുരത്ത് തന്നെയായിരുന്നു തൊഴിൽ മേഖല. ഓക്കെ, ഈ വാർത്താ ശേഖരണം അല്ലാതെ മറ്റെന്തെങ്കിലും വിനോദ പരിപാടികളുണ്ടോ? വിനോദ പരിപാടികളായിട്ട് ഈ സ്പോർട്സ്, നമ്മൾ ഈ യാത്രകൾ പോകും. ഈ ഒരു യാത്ര കഴിഞ്ഞിട്ടാണ് നേരെ റിപ്പോർട്ടർ ചാനലിലേക്ക് എത്തിയത്. യാത്ര വളരെ ഇഷ്ടമാണ്. എവിടെ പോയത് യാത്ര? രാജസ്ഥാനിലായിരുന്നു. ഗംഭീരം. ജയ്സാൽമേറൊക്കെ കണ്ടോ? അജ്മീർ, ജയ്സാൽമീർ, പിങ്ക് സിറ്റി ഒക്കെ കണ്ടു അല്ലേ? ഗംഭീരമായിരുന്നു. ഹവാമഹലൊക്കെ പോയോ? അതെ അതെ അതെ. ഒരു കുഞ്ഞ് അസൂയ തോന്നുന്നു. ഹവാമഹൽ പോയി. ഹവാമഹലിലെ രാത്രി കാഴ്ചകളായിരുന്നു ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഗംഭീര കാഴ്ച, പല നിറത്തിലുള്ള കാഴ്ചകൾ പലയിടങ്ങളിലും കാണാൻ സാധിച്ചു. സൂപ്പർ, എക്സലന്റ്, മനോഹരമായ കാഴ്ചകളാണ് രാജസ്ഥാനിൽ. അതെ. അപ്പം ഹവാമഹലിലൊക്കെ പ്രേക്ഷകർ പോകുന്നെങ്കിൽ പോവുക, അനുഭവങ്ങളൊക്കെ കാണുക. പ്രതീക്ഷ പറയുമ്പോഴാണ്. അപ്പോൾ പ്രതീക്ഷ ഇടയ്ക്കിടയ്ക്ക് യാത്രയൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഉഷാറാവട്ടെ. അപ്പോൾ നമ്മൾ ഇനി വാർത്തായാത്രയിൽ ഒരുമിച്ചാണ്. വെൽക്കം ടു ദി റിപ്പോർട്ടർ ഫാമിലി. താങ്ക് യു പ്രതീഷ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കണ്ടു, യാത്രയൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ മുഖത്തൊരു സന്തോഷം വരും അല്ലേ? ഹവാമഹലിലേക്ക് ഒന്ന് പോയി കാത്തൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതൊക്കെ വരുന്ന പറയാം എന്നല്ലേ പ്രേക്ഷകർ മനസ്സിലാലോചിച്ചത്? അങ്ങനെയൊന്നും അല്ല, നമ്മൾ വിചാരിച്ചാൽ നടക്കും. അത്ര ദൂരെയൊന്നും അല്ല രാജസ്ഥാൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചിക്കൻ ബോക്സ് പടരുന്നുണ്ട്, പ്രത്യേകം ശ്രദ്ധ വേണം.